ഹായ് ഗായ്സ്, അജു ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ചെറിയൊരു വീഡിയോസാണ്. ഞാനപ്പോൾ അധികം ഒന്നും വലിച്ചു നിട്ടത് പെട്ടെന്ന് കാണിച്ചു തീർക്കാം. ഞാൻ ചെറിയൊരു ഔട്ട്ലൈനൊക്കെ ഇങ്ങനെ പെൻസിൽ കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഡ്രോയിങ്സാണ്, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ക്യാൻവാസിലേക്ക് ഇത് വരച്ച് വീടിനകത്ത് നമ്മൾ ഹാങ് വെച്ച് കഴിഞ്ഞാൽ, ഫ്രെയിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം നല്ലൊരു ഭംഗി കിട്ടുന്നൊരു പിക്ചർ കൂടിയാണ് കേട്ടോ. ചെറിയൊരു ബോട്ടിൽ ചുമ്മാ റഫായിട്ട് വരയ്ക്കുമെന്ന്, ചെറിയൊരു ബോട്ടലിൻ്റെ രീതിയിൽ വരുന്ന രീതിയിൽ ചെറിയൊരു റഫായിട്ടൊരു 2 ബോട്ടിൽ, നമുക്ക് അധികം വേണ്ട, 2 ബോട്ടിലിൻ്റെ പിക്ചർ നമുക്കിവിടെ വരച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വരയ്ക്കാം. കളറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യട്ടോ. ആകെ സിമ്പിൾ ഗൈസ്, ഭയങ്കര സിമ്പിളെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതിന് ചെറിയൊരു നല്ലൊരു പിക്ചറാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം കേട്ടോ. വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും വരയ്ക്കാവുന്ന രീതിയിലാണ് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിലും കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇതുപോലത്തെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളും തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വരച്ച് വലിയ ഉന്നതങ്ങളിലേക്കൊക്കെ എത്താൻ ശ്രമിക്കുക. ഇതേ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത്ര വരച്ചിട്ടുള്ളൂ, വേറെ ഒന്നും വരച്ചിട്ടില്ല. ഇതിനകത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കളർ ഷെയ്ഡ് കൊടുക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് അതിൽ ഫില്ല് ചെയ്ത് പോകട്ടോ. നമുക്കിത് ഇവിടെ ഈ കാണുന്ന ഈ ബോക്സ് മുഴുവൻ ഈ കളർ ഇങ്ങനെ നിറയ്ക്കാം. ഈ ബോട്ടിലോ വരയ്ക്കരുത്, ബാക്കിയുള്ള ഔട്ട്ലൈനെ മുഴുവൻ വരച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇതൊന്ന് കളറിങ് ചെയ്തിട്ട് വരാം. ഇങ്ങനെ നമ്മൾ അത് ഫുള്ളായിട്ട് അടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ 2 നമ്മളൊരു കുപ്പി വരച്ചാൽ, ബോട്ടിൽ വരച്ചാൽ ഒരു ബോട്ടിൽ നമുക്ക് ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. നല്ല ബ്ലാക്ക് ഒരു ബോട്ടിൽ മൊത്തത്തിലങ്ങ് അടിച്ചു കൊടുക്കുക. സ്കെച്ച് ആയതുകൊണ്ട് ചിലപ്പോൾ പടരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം മറ്റേ ലെയറിൽ തട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് പടർന്നു പോകും. അപ്പോൾ ഞാനിതൊന്ന് അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഈ ബ്ലാക്കൊന്നും ഇതിൽ മൊത്തത്തിലൊന്ന് ഈ ഒരു ബോട്ടിൽ മാത്രം ഒന്ന് ഡാർക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. ഒരു ബോട്ടിൽ മുഴുവൻ നമ്മൾ ബ്ലാക്ക് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഈ സ്കെച്ച് പടർന്ന കാരണം നമുക്ക് ചെറിയൊരു അപാകത ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമ്മൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് മഷി പേന കൊണ്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് ഫിനിഷിങ് ആക്കി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ പടർന്ന ഭാഗം അറിയാതെ ഇരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഫിനിഷ് ചെയ്യുന്നത് ബ്ലാക്ക് പേന കൊണ്ട് തന്നെ വരച്ചാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തീരുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അടിച്ചാണ്. പക്ഷേ ചെറുതായിട്ടൊന്ന് പടർന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്ന, എന്താ പറയുക, ശരിയാക്കി വരയ്ക്കാവുന്ന കാര്യമുള്ളൂ. ബോട്ടിലല്ലേ, കുറച്ച് വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. സോറി കേട്ടോ, കൈ പിടിച്ച കാരണം കുറച്ച് ലെങ്തായി പോയി. അപ്പോൾ നമ്മളത് ആ ഭാഗം ഇങ്ങനെ ഫിനിഷ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ നമ്മളത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, പറ്റുന്ന രീതിയിൽ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ കിട്ടും. നമുക്ക് ഇനി ഇതിനകത്തോട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ 2 ബോട്ടിലിനകത്ത് ഇതിൻ്റെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈൻസല്ല, നമുക്ക് ചെറിയൊരു ഇലകൾ വരുന്ന രീതിയിലൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഇലകളൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇലകളിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ കുറച്ചധികം ഇലകൾ വരയ്ക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഒരുപാടൊന്നും ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വരച്ചേച്ചും വരാം. ഓക്കെ, അപ്പോൾ വരച്ചതിന് ശേഷമുള്ള ഈ 2 ഇതുപോലത്തെ കുറച്ച് ഇലകളൊക്കെ വരച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ചിത്രം വരച്ച് കഴിഞ്ഞിട്ട് ഗൈസ്, അത് നമ്മുടെ ചിത്രം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഓൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബായ്.